ഹലോ ഹായ്. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ദം ബിരിയാണിയാണ് കേട്ടോ. ഫുൾ ചിക്കൻ ദം ബിരിയാണിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ബിരിയാണിക്കുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ്, കറിവേപ്പില ഇതൊക്കെ വറുത്ത് വെച്ചു. ഞാനൊരു 2 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തത്. 1 കിലോ അരിയാണ്, 1 കിലോ ബിരിയാണി അരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ചിക്കന് ഫുൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, കുരുമുളക്, ജീരകപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, ഇത് നന്നായിട്ട് ഒന്ന് വരഞ്ഞിട്ട് നന്നായിട്ട് തേച്ചിട്ട് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഒരു 3/4 കപ്പ് തേങ്ങാപ്പാലുണ്ട്. അതിലാണ് ഞാൻ കോഴി വേവിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുകയാണ്. അതിലേക്കും ഒരു 2 സവാള അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നെയ്യിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതില്ലെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഒരു 4 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ എരിവ് നോക്കിയതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കോഴിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എരിവ് നോക്കിയതിന് ശേഷം മാത്രം വീണ്ടും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില, പുതിനയില അത് ഏകദേശം ഒരു 3/4 കപ്പ് ഉണ്ടാവും, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നാരങ്ങ നീരാണ് കേട്ടോ. നാരങ്ങ അത് ഒരു 3/4 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് തൈരും കൂടെ ഒഴിച്ച് കൊടുത്തു. പുളി നോക്കിയതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ബിരിയാണി മസാലപ്പൊടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലിട്ട് വേവിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ജസ്റ്റ് ഒരൊറ്റ വിസിൽ മാത്രം മതിയാവും. ഇനി ഞാൻ ഈ ചിക്കന് നമ്മൾ മസാലയിലിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്തു. ഇനി ഞാൻ ആ ചിക്കൻ അതിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഒരു നിർബന്ധമില്ല കേട്ടോ. ഈ ടൈമിൽ ഞാൻ ബിരിയാണിക്കുള്ള അരി വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണിക്ക് 1 കിലോ അരി നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിൽ ഇല്ല, മറന്നു പോയതാണ്. ഇനി നമ്മൾ ഗ്രേവി ആ ചെമ്പിലേക്ക് ബിരിയാണി ദമ്മ് ചെയ്യുന്ന പാനിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി അതിന് മുകളിലേക്കായിട്ട് ചോറിട്ട് കൊടുക്കുക. അതിന് മുകളിലേക്കായിട്ട് നമ്മൾ മസാല, ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ അല്ലേ, ഇതിലേക്ക് തന്നെയാണ് ബിരിയാണി മസാല ഇട്ട് കൊടുത്തത്. അതിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ലെയറായിട്ട് ചെയ്തെടുക്കുക. ഇതിന് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവറോ ഒഴിച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ വെച്ചത്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ചു. അടിപൊളിയായി കേട്ടോ ചിക്കൻ ബിരിയാണി. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടി. നന്നായിട്ട് തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി ഒക്കെ അടിപൊളിയായിരുന്നു. ബിരിയാണി ഇനി മാറ്റി കൊടുക്കാണ്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലുള്ള ആ ഗ്രേവി ഞാൻ ഈ ചിക്കൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ സംഭവം സൂപ്പർ ചെയ്യുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കാനൊന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യാനും.